കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവരുടെ സംസാരം തീരുന്നില്ല എന്ന് കണ്ടതും അവനൊരു അലർച്ചയോടെ ടേബിളിൽ ആഞ്ഞടിച്ചു. മഹി, ഇവിടെ വാ. ഒരു ആജ്ഞ പോലെ ബദ്രി അവനോട് പറഞ്ഞതും ദക്ഷ അവളുടെ കൈ അവനിൽ നിന്ന് എടുത്തു മാറ്റി. മഹി ബദ്രിക്കടുത്തായി പോയി നിന്നതും ബദ്രി ചിരിയാൻ അവനെ പുണർന്നു. ഹാപ്പി ബർത്ത്ഡേ മഹി. കാര്യം മനസ്സിലാവുന്നതിന് മുന്നേ ബദ്രി പറയുന്നത് കേട്ട് ദക്ഷയും മഹിയും ഒരുമിച്ച് വാപ്പൊളിച്ചു. കണ്ണുമീച്ച് നോക്കുന്ന അവനെ നോക്കി ബദ്രി ഒന്ന് സൈറ്റടിച്ചു. ചെറുതായി ഒന്ന് ചിരിച്ചു. എല്ലാവർക്കും നേരെ തിരിഞ്ഞു. ഇന്ന് മഹിയുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇവൻ. പക്ഷെ അവന്റെ ബാല്യകാല സുഹൃത്തും സിസ്റ്ററുമായ ദക്ഷ അത് ഓർമ്മിച്ചു. അവനൊരു സർപ്രൈസ് കൊടുത്തതാ ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഒരു നിമിഷം ഇവനെയും നമ്മൾ എല്ലാവരെയും ഞെട്ടിക്കുക, അത് മാത്രമായിരുന്നു ഇതിന് പിന്നിൽ. ഒപ്പം ഇവനൊരു പണിയും അല്ല ദക്ഷ. ബദ്രി വളരെ കൂളായി പറയുന്ന ഓരോ കാര്യവും കേട്ട് ദക്ഷ അറിയാതെ തന്നെ കണ്ണു മീച്ചു. അവനിൽ നിന്ന് കേട്ട കാര്യങ്ങളുടെ ഷോക്കായിരുന്നു അവൾക്ക്. എന്നെയും മഹിയെയും പറ്റി ബദ്രിക്കറിയോ? ഇതൊക്കെ ബദ്രി ചെയ്തതാണോ? എന്തിനു വേണ്ടി? അവന്റെ ബർത്ത്ഡേ ഇന്നല്ലല്ലോ എന്നുള്ള പല ചോദ്യങ്ങളും അവളുടെ മനസ്സിൽ കൂടി ഓടി നടന്നു. എനിവേ, മീറ്റിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും മഹിയെ വിഷ് ചെയ്ത് ബാക്കിയുള്ളവ വർക്ക് കണ്ടിന്യൂ ചെയ്യും. ഇന്ന് നൈറ്റ് മഹിയുടെ വക ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരിക്കുന്നതാണ്. ബദ്രി അവസാനം പറഞ്ഞത് കേട്ട് ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചത് പോലുള്ള എക്സ്പ്രഷനിൽ മഹി നിന്നു. ബദ്രി പറഞ്ഞത് കേൾക്കേണ്ട താമസം എല്ലാവരും ആർപ്പുവിളിയോട് മഹിയെ വന്ന് ഹഗ് ചെയ്ത് വിഷ് ചെയ്യാൻ തുടങ്ങി. നടക്കുന്നതൊക്കെ എന്താണെന്ന ഭാവത്തിൽ മഹിയും ദക്ഷയും മുഖത്തോട് മുഖം നോക്കി. അല്ലേക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം മനസ്സിലായ പോലെ അവളും നിന്നു. ഒന്നവിടെ നിന്ന് പ്ലാനുകളെല്ലാം ഫ്ലോപ്പായ ദേഷ്യത്തിൽ നിലത്തേക്ക് ആഞ്ഞു ചവിട്ടി ചെല്ലയൊന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് ആൻവിയെ പുറകിൽ നിന്ന് ബദ്രി വിളിക്കുന്നത് കേട്ട് അവളൊന്ന് ഞെട്ടി. ഞെട്ടൽ പുറത്ത് കാണിക്കാതെ അവളൊരു പ്രത്യേക ഭാവത്തോടെ അവനെ നോക്കി. ആരാ ശിവ വരുന്നേ? നിന്റെ ഫ്രണ്ടാണെന്ന് കേട്ടു. അതേ ചേട്ടായി. കോളേജിൽ എന്റെ അല്ലിയുടെയും ബെസ്റ്റി ആയിരുന്നു അദ്വിക ആദി. അവളിപ്പോ നമ്മളെ പോലെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നേ. അപ്പൊ അവിടുന്ന് എല്ലാവരും ഓരോ കമ്പനിയിലും വിസിറ്റിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ടും വരാമെന്ന് പറഞ്ഞ. ഓഹോ, ആളെങ്ങനെയാ? ഹാനി അല്പം ശബ്ദം താഴ്ത്തി ശിവയോട് ചോദിച്ചതും പുറകിൽ കൈയും കെട്ടി നിൽക്കുന്ന റനയെ കണ്ട് പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചവൾ ഹാനിയോട് ആരെന്ന് ചോദിച്ചു. അതന്നെ ആദി. തൽപര കക്ഷിയാണോ? ഹാനിയുടെ കാര്യം ആലോചിച്ച് ശിവക്ക് പാവം തോന്നി. റനയുടെ മുഖം അത്രക്കും ചുമന്ന് തക്കാളി പോലെ ആയിട്ടുണ്ട്. അവളുടെ കാര്യം ഉറപ്പില്ല. പക്ഷെ പുറകിലൊരാൾ വല്ലാത്തൊരു താല്പര്യത്തോടെ നിൽക്കുക. മിക്കവാറും ചേട്ടായിക്ക് ആവശ്യമുള്ളത് അവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അവളൊരു ആക്കിച്ചിരിയോടെ പറഞ്ഞതും ഹാനി നെറ്റിച്ചുളിച്ച് പിന്നിലേക്ക് നോക്കി. ഭദ്രകാളി ലുക്കിൽ നിൽക്കുന്ന റനയെ കണ്ട് ഓൺ ദ സ്പോട്ട് ഹാനി തിരിഞ്ഞ് കണ്ണ് മുറുക്കി അടച്ചു. ഓ പടച്ചോനെ, ഇവളെ ഇന്നലെ തന്നെ മിണ്ടിക്കാൻ പെട്ട പാട്. അവൻ അത് മനസ്സിൽ പറഞ്ഞ് അവൾക്ക് നേരെ ഇളിച്ച് കാണിച്ചു. റനയുടെ കലിപ്പയിൽ ഒരു നോട്ടവും ചവിട്ടിത്തുള്ളി തിരിഞ്ഞു പോകുന്ന പോക്കും കണ്ടപ്പോ തന്നെ കാര്യം കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് അവന് മനസ്സിലായി. പുറകിൽ നിൽക്കുന്നതൊന്ന് പുറഞ്ഞൂടെ കുരുപ്പേ. ഇനി അതിന് മിണ്ടിക്കാൻ കുറച്ച് കഷ്ടപ്പെടും. അല്ല അത് പോട്ടെ, നീ എന്തോ അശ്വിനോട് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്ത് വിശ്വാസത്തിലാ അതൊക്കെ പറഞ്ഞ് ഹാനി ചോദിച്ചതും അവളൊന്ന് വിളിച്ചു. അതൊക്കെ ഉണ്ട്. നാളെ വരുന്നത് എന്റെ ഫ്രണ്ട് മാത്രമല്ല, അവളുടെ ബോസും അവിടുത്തെ എംഡിയും കൂടെ. അവിടുത്തെ ഒരു ഹോട്ട് ഹാൻസം ബോയും കൂടിയാ. അതിന് ഹാനി സംശയത്താൽ അവളെ ഉറ്റുനോക്കിയതും അവളൊന്ന് സൈറ്റടിച്ചു. എന്താ ബദ്രി? പതർച്ച പുറത്ത് കാണിക്കാതെ അവനോട് ഒരു ചിരിയോടെ ആൻഡി ചോദിച്ചതും ശാന്തനായിരുന്ന അവന്റെ മുഖം നിമിഷങ്ങൾ കൊണ്ട് രക്തവർണ്ണമായി. നിനക്കറിയില്ലൊരു പുന്നാറ മോളെ? ചോദിക്കുന്നതിനൊപ്പം ബദ്രിയുടെ കൈ ആൻഡിയുടെ കവളിൽ പതിഞ്ഞു ഉയർന്നു താഴ്ന്നു. ഒരു വശം ചെരിഞ്ഞു പോകുന്നതായി തോന്നി അവൾക്ക്. തല ഒന്നായി കറങ്ങുന്ന പോലെ. പകപ്പ് വിട്ടുമാറുന്നതിന് മുന്നേ കാറ്റുവേഗത്തിൽ വന്ന് അവളെ കൈമുട്ടിൽ പിടിച്ച് ചുമരോട് ചേർത്ത് നിർത്തി ബദ്രിയുടെ ഇങ്ങനെയൊരു ഭാവം ആൻവിക്ക് അന്യമായിരുന്നു. അവന്റെ രൂക്ഷമായ നോട്ടത്തിന് മുന്നിൽ അവളുടെ തൊണ്ട വറ്റി വരണ്ടു. വെട്ടിവീർത്തു. ഇന്നിവിടെ കോണിച്ചു കൂട്ടിയ നാടകം എന്തിനു വേണ്ടിയായിരുന്നു? പറയടി. ആൻവിയുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ ചോദിക്കുക. അവളുടെ കണ്ണു ചുവന്നു. കണ്ണു നിറച്ചവനെ ദയനീയമായി നോക്കി. എന്നാൽ അവന്റെ കണ്ണിൽ അവളോടുള്ള ദേഷ്യം അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. എന്തൊക്കെയാ ബദ്രി? ഞാൻ നിർത്തി. നിന്റെ കണ്ണീരും വേദനയൊക്കെ പരിഗണിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഈ ബദ്രിക്ക്. പക്ഷെ ഇനി അതിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട. ഇന്ന് നീ കാണിച്ച തന്തയില്ലാ തരത്തിന് മറുപടി തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ലോ. നിന്നെ നോവിച്ച തങ്കുപൊടി എന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ ഓർത്തിട്ട് മാത്രം. ഇത് നിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗാ. ഇനി നിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇവിടുള്ള ആർക്കെങ്കിലും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ. കവളിൽ നിന്ന് കൈയെടുത്ത് വിരലിച്ചുകൊണ്ട് ഒരു ഭീഷണി സ്വരത്തിൽ ബദ്രി അവളോട് പറഞ്ഞു. എന്നെ വിശ്വാസമില്ല ബദ്രിക്ക്. കരഞ്ഞതുപോലുള്ള അവളുടെ ചോദ്യം കേൾക്ക് ബദ്രക്ക് ദേഷ്യമാളി. പല കാര്യങ്ങളും മനസ്സിൽ കൂടി കടന്നുപോയതും അവൻ രൗദ്രഭാവത്തിൽ അവളുടെ അടുക്കലേക്ക് പോയി. അതിനു മുന്നേ പുറത്തു നിന്ന് വന്ന് ദക്ഷ അവനെ പിടിച്ചു നിർത്തി. ബദ്രി, എന്താ ഇത്? വന്നേ. ദക്ഷ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അവൻ അടങ്ങുന്നുണ്ടായിരുന്നില്ല. ആൻവി കാണുവായിരുന്നു അവന്റെ ഭാവമാറ്റം. ഇത്രനാളും ആൻവി അറിഞ്ഞിട്ടില്ലാത്ത ബദ്രിയെ വിശ്വസിക്കുന്നു. ഇപ്പോഴും അത് തെറ്റായിരുന്നെന്ന് തോന്നിയ ബദ്രിയുടെ മറ്റൊരു മുഖം കൂടി കാണും. നീ കൊല്ലാൻ പോലും മടിച്ചെന്ന് വരില്ല. ആൻവിയോട് അത്രയും പറഞ്ഞ് ദക്ഷയുടെ കൈ തട്ടിമാറ്റി ബദ്രി പുറത്തേക്ക് ഇറങ്ങി. അവൻ എന്താ പറ്റിയതെന്ന് ആലോചിച്ചിട്ട് ദക്ഷയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ പറഞ്ഞത് ശിവയുടെ കാര്യമായിരിക്കും എന്നവൾ ഊഹിച്ചു. ആൻവി ബദ്രി പറഞ്ഞത് തന്നോട് പ്രതികരിച്ചതൊക്കെ കണ്ട് പകച്ചു നിൽക്കുന്നുണ്ട്. ബദ്രി തനിക്കെതിരെ തിരിയുന്ന നിമിഷം അടുത്തുനിന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ഇല്ല, അതിനു മുന്നേ ബദ്രി എന്നെ സ്നേഹിക്കണം. അതിനു മുന്നേ അവൻ എന്നിൽ വിശ്വാസം വരണം. എനിക്കറിയാം
അവൾ ഭ്രാന്തിയെ പോലെ തലമുടി കുരുത്തു വലിച്ചു. ആൻവി, എന്താ ഇത്? ആൻവിയുടെ മുഖത്തേക്ക് ടെസ്റ്റ് റിസൾട്ട് വലിച്ചെറിഞ്ഞ് അവൻ അലറിയതും അവളൊരു നടുക്കത്തോടെ ബദ്രിയെ നോക്കി. ദേഷ്യവും സങ്കടവും നിറഞ്ഞ വല്ലാത്തൊരവസ്ഥയിൽ ദേഷ്യത്തോടെ തനിക്കു നേരെ അടുക്കുന്നവനെ കണ്ട ആൻവി പതറി പെട്ടെന്ന് കരച്ചിലോടെ അവന്റെ നെഞ്ചിൽ വീണു. എനിക്കും അറിയില്ലായിരുന്നു ബദ്രി. നിന്റെ അന്നേരത്തെ അവസ്ഥ അറിയുന്നത് കൊണ്ട് ഡോക്ടർ കാണിച്ച പേപ്പേഴ്സിൽ ഞാൻ സൈൻ ചെയ്തു എന്നുള്ളത് ശരിയാ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ശിവയുടെ വെർജിൻ ടെസ്റ്റ് അതിൽ ചെയ്യുമെന്ന്. ആൻവി അത് പറയാൻ ബദ്രിന്റെ കണ്ണ് മുറുക്കി അടച്ചു. അന്നേരം കരഞ്ഞു തകർന്ന് മുന്നിൽ നിന്ന് തന്റെ പ്രാണന്റെ മുഖം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. മറ്റാർക്കുള്ള ടെസ്റ്റ് പേപ്പേഴ്സ് മാറിയതാണെന്ന് പറഞ്ഞ് അവരുടെ കാലിൽ വീണപ്പോ, ഹോസ്പിറ്റലിൽ അധികൃതർ അറിഞ്ഞാൽ അവരുടെ ജോലി പോകുമെന്ന് പറഞ്ഞപ്പോ, അപമാനത്തിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ക്ഷമിച്ചു കൊടുക്കല്ലാതെ മറ്റൊരു വഴി ഞാൻ കണ്ടില്ല ബദ്രി. ഇതൊക്കെ നിന്നോട് പറയാനുള്ള സാവകാശം എനിക്ക് കിട്ടിയില്ല. അതിനു മുന്നേ ഇത് നിന്റെ വീട്ടിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പൊട്ടിക്കരഞ്ഞ് നിലത്തേക്ക് ഊർന്നു പോകുന്നവളെ നോക്കി നിസ്സഹായനായി നോക്കി നിൽക്കാനേ ബദ്രിക്ക് കഴിഞ്ഞുള്ളൂ. അന്ന് തന്നെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഒന്നും. തെറ്റുകാരനെ പോലെ ശിവയും അവന്റെ കുടുംബവും അവന് നേരെ വിരൽ ചൂണ്ടുമ്പോ ഒന്ന് എതിർക്കാൻ പോലും അവനെ കൊണ്ടായില്ല. ഇനി ഞാൻ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്ന് ബദ്രി അവന്റെ മനസ്സിന് പറഞ്ഞു പഠിപ്പിച്ചു. സ്വയം തെറ്റുകാരനായി തീർന്നു. ഒരു പഴങ്കഥയായി അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ആൻവിയെ താൻ ഇത്രയും നാൾ വിശ്വസിച്ച് തെറ്റായിപ്പോയി എന്നവന്റെ മനസ്സ് പറഞ്ഞു. പെൺഡ്രൈവാരും കാണാതെ കൈക്കലാക്കുന്നതും പിന്നീട് തെറ്ററിയാതെ തന്ത്രപരമായി തിരികെ വെക്കുന്നതും അവന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതിനൊപ്പം ഇത്രനാളും അവൾ തന്നെ ചതിക്കുകയായിരുന്നു എന്ന ചിന്തയും അവനിൽ കടന്നുകൂടി. ബദ്രി ചുമലിൽ വെട്ടി ഇടിക്കുന്ന ബദ്രിക്ക് പിന്നിലായി ചുമലിൽ കൈവച്ച് ദക്ഷ വിളിച്ചു. നന്നെ വിറക്കുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളം. കണ്ണുകൾ വ്യക്തവർണ്ണമായത് കാണെ അവളുടെ കൈകാലുകൾ പിറകൊണ്ടു. കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ബദ്രി, അറിയോക്കെ? അറിയില്ല. നിറഞ്ഞ കണ്ണ് മാറ്റി അവളോട് അവൻ മറുപടി പറഞ്ഞു തിരിഞ്ഞു. അവന്റെ മറുപടി അവൾക്ക് തൃപ്തിയായി തോന്നിയില്ല. തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ ദക്ഷ അവന്റെ കയ്യിൽ പിടിച്ചു. വിഷയം മാറ്റാൻ എന്നോണം അടുത്ത ചോദ്യം അവൾ തന്നെ ചോദിച്ചു. എന്നെ മഹിയെ പറ്റി ബദ്രിക്ക് അറിയായിരുന്നോ? അവൾ മടിച്ചായിരുന്നു ചോദിച്ചത്. ചോദ്യം കേട്ട് അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഊഹിച്ചു. ആദ്യം മുതൽ ശ്രദ്ധിച്ചതാ നീയും മഹിയുമായുള്ള ബോണ്ടിങ്. ഉറപ്പായത് ഇന്നലെ സത്യജിത്ത് സാർ വിളിച്ചപ്പോഴാ. അച്ഛൻ വിളിച്ചിരുന്നോ? മോളങ്ങോട്ട് തിരിച്ചു വരാനൊന്നും ഉദ്ദേശമില്ലെന്ന് ചോദിക്കാൻ. അവനൊന്ന് ചിരിച്ചു. അത് പറഞ്ഞതും അവളും ഒന്ന് പല്ലിളിച്ചു. വീണ്ടും എന്തൊക്കെയോ അവൾക്ക് അവനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എല്ലാം പാതിവഴിയിൽ അവൾ ഉപേക്ഷിച്ചു. അതുപോലെ ആൻവിയുടെ കാര്യം അവനും അവളോട് പറയാൻ തോന്നി. എന്നിട്ടും പറഞ്ഞില്ല. ഒരുപക്ഷെ ശിവയുടെ മുന്നിലല്ലാതെ തന്റെ തെറ്റ് മറ്റാർക്കു മുന്നിലും തിരുത്തേണ്ട ആവശ്യമില്ല എന്ന് കരുതിയത് കൊണ്ടാവണം. ഹാപ്പി ബർത്ത്ഡേ. പിന്നിൽ നിന്നുള്ള കിളിനാദം കേട്ട് മഹി ഉടനടി തിരിഞ്ഞ് ചെറിഞ്ഞു നോക്കി. മുഴുവൻ പല്ലും കാണിച്ചൊളിക്കുന്ന അല്ലിയെ കണ്ടവൻ പല്ലുകടിച്ചു. എന്താണ് ബർത്ത്ഡേ ബോയ്ക്ക് ഒരു സന്തോഷമില്ലാതെ മുഖത്ത്? നീയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ അല്ലി. മനുഷ്യനോട് ഭ്രാന്തോടെ ചിരിക്കുക. എന്നാലും ആ കോപ്പൻ ബദ്രി ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതേയില്ല. ആദ്യം കോപ്പനെന്ന് ഉറക്കുകയും പിന്നെ പതുക്കെ അവൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിന് പറയുന്ന മഹിയെ നോക്കി അല്ലി പെട്ടെന്ന് പൊട്ടി ചിരിച്ചു. അത് കാണെ അവന്റെ ദേഷ്യം കൂടി. ഓ സോറി, അറിയാതെ ചിരിച്ചു പോയതാ. വായ കൈകൊണ്ട് മൂടി അവൾ ചിരിയടക്കി. തുറച്ചു നോക്കുന്ന അവനെ അവൾ ഇടം കണ്ണിട്ട് നോക്കി. അല്ല, എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കണേ. ബർത്ത്ഡേ അല്ലാതെ എല്ലാവർക്കും ബർത്ത്ഡേ ട്രീറ്റ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയായി. ഒരു കണക്കിന് അതല്ലേ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ആൻവി കാണിച്ച പണിക്ക് എല്ലാരോടും കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരില്ലായിരുന്നു. അല്ലി കാര്യം പോലെ പറഞ്ഞതും മഹി അവളുടെ മുന്നിൽ വിരൽ ഞൊടിച്ചു. അതെ അതെ, അതെന്തിനാ ഞാൻ കാര്യം ബോധിപ്പിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നും ഈ മഹേശ്വറിനില്ല. ഞാനും തെറ്റും എന്താണെന്നോ എങ്ങനെയാണെന്നോ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിന്നെപ്പോലും ഞങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. അത് മറ്റാരെയും അറിയിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? മഹി പ്രത്യേക ഭാവത്തോടെ അത് പറഞ്ഞ് പല്ലിയുടെ മുഖം കടുത്തു. അവൻ അവളെ പുച്ഛിക്കുന്ന പോലെ തോന്നി അവൾക്ക്. ഓ, രണ്ട് ചങ്കുകൾ വന്നേക്കുന്നു ഒരിടത്തും ഇല്ലാത്ത പോലെ. അവന് നേരെ പുച്ഛം വാരിവിതറി പുച്ഛിച്ച് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അവളെ അവൻ വലിച്ചവന്റെ അടുത്തേക്ക് ചേർത്തു വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. ചുണ്ടുകൊട്ടി തന്നെ അവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി. രക്ഷയില്ലെന്ന് മനസ്സ് പറഞ്ഞതും അവൾ ശ്രമം ഉപേക്ഷിച്ചടങ്ങി. എന്താ, തളർന്നോ? മഹി അവളുടെ മുഖത്തേക്കൊന്ന് ഓതി ചോദിച്ചതും അവൾ മുഖം ചിരിച്ചു തന്നെ നിന്നു. എവിടെ എന്റെ ഗിഫ്റ്റ്? ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അല്ല, എന്തായാലും ഇന്നല്ലേ എന്റെ ബർത്ത്ഡേ. അപ്പോ നീ എന്താ തരണേ ഗിഫ്റ്റ് ആയിട്ട്? ഓനമുട്ട. അവൻ ചോദിച്ച അതേപോലെ അവൾ മറുപടി പറഞ്ഞത് മഹിയൊന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരി പതിയെ കള്ളച്ചിരിയിലേക്ക് മാറുന്നതറിഞ്ഞ് അല്ലിയൊന്ന് ഞെട്ടി. അവന്റെ കണ്ണിൽ നോക്കാൻ തനിക്കാവില്ല എന്ന പോലെ കണ്ണ് വെട്ടിച്ചു. ഞാൻ എടുത്തോട്ടെ എന്റെ ഗിഫ്റ്റ്? അവളുടെ ചുണ്ടിൽ കണ്ണുകൊണ്ട് നിർത്തി. അവന്റെ ചോദ്യത്തിന് അവളൊന്ന് വിറച്ചു. സമ്മതത്തിനായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ഹൃദയം മിടിക്കുന്നത് കണ്ണു ചുറ്റും തിരയുന്നതൊക്കെ അവനിൽ കൂടുതൽ വികാരം നിറച്ചു. പതിയെ അവന്റെ മുഖം അവളോട് അടുത്തതും അവൾ കണ്ണുകൾ പൂട്ടി ചുണ്ട് വായ്ക്കുള്ളിലേക്കാക്കി. അത് കാണാൻ അവനിൽ കുസൃതി തോന്നി. അവനൊന്ന് ചിരിച്ചു. അവളുടെ കവളിൽ അവന്റെ പല്ലാഴ്ത്തി. അല്ലി കണ്ണു വെട്ടി തുറന്നതോടൊപ്പം മേഞ്ഞു വന്നു. ഷർട്ടിൽ പിടിമുറുക്കി അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി. പിടിച്ചു പിടിയാലെ അല്പം കൂടി പല്ലാഴ്ത്തി. പിന്നെ അവിടം പതിയെ നുണയാൻ തുടങ്ങി. തള്ളി മാറ്റാൻ ആഞ്ഞ കൈ പെട്ടെന്ന് അവൾ അവന്റെ ഷർട്ടിൽ കൊരുത്തു. അതവനിൽ ആവേശം നിറച്ചതുപോലെ കൂടുതൽ അവളുടെ കവളിലേക്ക് അവന്റെ ചുണ്ടുകൾ ആഴ്ന്നു. അവളും തന്റേതെന്ന പോലെ അവനെ ചേർത്ത് പിടിച്ചു. അതെ, എനിക്ക് ഹാഫ് ഡേ ലീവ് വേണം. ശിവ അച്ചുവിനോട് പറഞ്ഞതും അവൻ അവളെ നോക്കി വീണ്ടും ലാപ്പിൽ എന്തോ നോക്കാൻ തുടങ്ങി.
എന്തിനാ? അതിൽ നിന്ന് തല ഉയർത്താതെയുള്ള അവന്റെ ചോദ്യത്തിൽ അവളും ചുണ്ടുകൊട്ടി പുച്ഛിച്ചു. നാളെ എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, കൂടെ അവളുടെ ബോസും. എനിക്കാണെങ്കിൽ പുതിയ ഡ്രസ്സൊന്നുമില്ല. അവർ വരുമ്പോ കുറച്ച് സുന്ദരിയായി നിൽക്കാമെന്ന് കരുതി.